ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ECPC ഇംഗ്ലീഷ്. സോ നമ്മളിന്ന് 9th സ്റ്റേറ്റിൻ്റെ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്ററായ നഗീബ് മഹഫൂസിൻ്റെ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും നോട്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഹാഫ് എ ഡേ ബൈ നഗീബ് മഹഫൂസ്. നമുക്ക് ഡയറക്റ്റ്ലി ചാപ്റ്ററിലേക്ക് പോവാം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ബബ്ലു എന്ത് ചെയ്യാണ്? നമ്മളുടെ അച്ഛൻ്റെ കൈ ക്ലച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുകെ പിടിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. അപ്പം അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേഗം എന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹേഴ്സ് ലോങ് സ്ട്രൈഡ്സ്. ലോങ് സ്ട്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബബ്ലുവിൻ്റെ കുഞ്ഞു കാലുകളാണ് അല്ലേ? അച്ഛൻ്റെ വലിയ കാലല്ലേ? അപ്പം അച്ഛൻ വേഗം നടക്കുമ്പോൾ ബബ്ലുവിന് അച്ഛൻ്റെ കൂടെ നടന്നെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഓടുകയാണ് ചെയ്യുക എന്ന് പറയാണ്. ഓൾ മൈ ക്ലോത്ത്സ് വർ ന്യൂ. നമ്മുടെ ബബ്ലുവിൻ്റെ ഡ്രസ്സ് എന്താണ്? എല്ലാ ക്ലോത്ത്സും പുതിയതാണ്. ദ ബ്ലാക്ക് ഷൂ, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാർബുഷ്. ടാർബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ വെക്കുന്ന ഒരു തൊപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രീൻ കളർ യൂണിഫോം ഉണ്ട്, ബ്ലാക്ക് ഷൂ ഉണ്ട്, എല്ലാം എന്താണ്? പുതിയതാണ്. ബട്ട് എന്താ ഉണ്ടാവണത്? മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗഎവർ വാസ് മിക്സ്ഡ്. അപ്പോൾ എന്താണ്? നമുക്കൊരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ എങ്ങോട്ടേലൊക്കെ പോകാൻ നല്ല ഇങ്ങനെ ഹാപ്പി ആവൂലേ, നല്ല എക്സൈറ്റഡ് ആവൂലേ? പക്ഷെ അങ്ങനത്തെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല, നമ്മുടെ ബബ്ലുവിന് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാവാതിരുന്നത് നമുക്ക് നോക്കാം. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. ഇതെന്താ ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ വിരുന്ന് എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. എങ്ങോട്ടാണ് പോണത്? വിരുന്നിനും കാര്യങ്ങൾക്കൊന്നും അല്ല പോണത്. അതുകൊണ്ടാണ് എന്ത് നമ്മുടെ ബബ്ലു ഹാപ്പി അല്ലാത്തത്. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. എങ്ങോട്ടാണ് പോണത്? ആദ്യമായിട്ട് ബബ്ലു സ്കൂളിൽ ചേരാൻ പോവാണ്, അല്ലെങ്കിൽ സ്കൂളിൽ LKGക്ക് ചേരാൻ പോവാണ്. അപ്പം എന്താണ്? വലിയ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാണ്. My mother stood at the window watching us, and I would turn towards her from time to time, appealing for help. We walked along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees, and a few date palms. അപ്പോൾ എന്താ പറയണത്? നമ്മുടെ കുട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് പോവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജനലിൻ്റെ അവിടെ ആര് നോക്കി നിൽക്കുന്നുണ്ട്? നമ്മുടെ ബബ്ലുവിൻ്റെ അമ്മ നോക്കിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പോവുകയാണ് ബബ്ലു. എന്തിനാ? എൻ്റെ അമ്മ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ പോവണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ തിരിച്ചു വിളിച്ചു വെച്ചാലോ എന്ന് വെച്ചിട്ട് നമ്മുടെ കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഇവർ ഈ നടന്നു പോകുന്ന സ്ട്രീറ്റിൻ്റെ ചുറ്റും എന്താണ്? നല്ല ഭംഗിയുള്ള പൂന്തോട്ടം, നല്ല ഭംഗിയുള്ള ഗാർഡൻ ഉണ്ട്. അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയലിൻ്റെ അടുത്ത് കൂടെയാണ് നടക്കുന്നത്. അവിടെ കുറേ വിളകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അവർ കാണുന്ന ചെടികളെ പറ്റി പറയാണ് കേട്ടോ. എന്തൊക്കെയാണ് കാണുന്നത്? പ്രിക്കി പിയേഴ്സ് പറഞ്ഞാൽ കള്ളിമുൾ ചെടി എന്നാണ് അർത്ഥം. അതുപോലെ ഹെന്ന ട്രീസ്, മൈലാഞ്ചി ചെടി, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറില്ലേ അതുപോലത്തെ മൈലാഞ്ചി ചെടികളുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തുണ്ട്? നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ മരം നിൽക്കുന്നുണ്ട് എന്ന് പറയാണ്. പിന്നെ കുട്ടി എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് ധൈര്യമൊക്കെ സംഹരിച്ച് എന്ത് ചെയ്യാണ്? നമ്മുടെ അച്ഛനോട് ചോദിക്കുകയാണ്. വൈ സ്കൂൾ? ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു. എന്തിനപ്പോൾ എന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണത്? ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തോ അച്ഛനെ? എന്തിനാണ് എന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണേ ചോദിക്കുകയാണ്. ആര്? നമ്മുടെ കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ എന്താണ് പറയണത് അറിയോ? ഐ ആം നോട്ട് പണിഷിങ് യു. ആം ഐ? ഞാൻ നിന്നെ പണിഷ് ചെയ്തോ? ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹീ സെറ്റ് laughing. സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെൻറ്റ്. അച്ഛൻ അപ്പം ചിരി സഹിക്കാൻ പറ്റണില്ല. അച്ഛൻ ചിരിച്ചിട്ട് എന്ത് ചെയ്യാണ്? സ്കൂൾ ഒരു പണിഷ്മെൻ്റ് അല്ല. ആരാണ് പറഞ്ഞത് എന്നോട് സ്കൂൾ പണിഷ്മെൻ്റ് ആണ്? ഇറ്റ് ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താണ് പറയുന്നത്? നിനക്ക് കുറേ അറിവും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ? നിനക്ക് വലിയ ആളാവണ്ടേ? പഠിച്ച് വലിയ ആളാവാനുള്ള സ്ഥലമാണ് എന്ത്? നമ്മുടെ സ്കൂള് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആര്? നമ്മുടെ കുട്ടിയുടെ അച്ഛൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു കുഞ്ഞു കുട്ടി, ആദ്യമായിട്ട് ഒരു LKGക്ക് പോണ കുട്ടിയെ നമുക്ക് അറിയാമല്ലേ? കുറേ കുട്ടികൾ കരയും, കുറേ പേരിങ്ങനെ സ്കൂളിൽ പോവണ്ട അങ്ങനെ എന്നൊക്കെ പറയില്ലേ? ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെയും. പക്ഷെ നമ്മുടെ കുട്ടിയുടെ വിചാരം എന്താണ്? പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വികൃതിയൊക്കെ കാണിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് എന്ത്? സ്കൂള് എന്നാണ് വിചാരം. നെക്സ്റ്റ് പാർട്ടിൽ എന്താ പറയുന്നത്? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടയറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദ ബസ് ബിൽഡിംഗ്. അപ്പോൾ നമ്മുടെ കുട്ടി അച്ഛനോട് പറയാണ്, അച്ഛൻ എന്നോട് വെറുതെ ഇങ്ങനെ ഓരോന്നൊന്നും പറയണ്ട, അങ്ങനെ സ്കൂളിൽ അവിടെ അത് കിട്ടും ഇത് കിട്ടും എന്നൊന്നും പറയണ്ട, ഞാൻ അതിലൊന്നും കൺവിൻസ് ആവില്ല. നമ്മളുടെ അമ്മയുടെ അടുത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ ഒരു സുഖം, അല്ലെങ്കിൽ ആ ഒരു സേഫ് എന്തായാലും സ്കൂളിൽ പോയി അങ്ങനെ ഒരു ബിൽഡിങ് പോയാൽ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ശരിയല്ലേ? നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ
ഉള്ള അതൊരു വീട് നമുക്കൊരു എപ്പോഴും എന്താ ഒരു കംഫർട്ട് സോണാണ് അല്ലേ. അവിടെ നമ്മളിപ്പോൾ പുറത്ത് പോവുക അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോവുക അപ്പോഴൊന്നും നമുക്ക് നമ്മുടെ ഒരു വീടിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടില്ല അല്ലേ. അതുപോലെ കുട്ടി പറയാണ് ഈ വീട്ടിൽ നിന്നൊന്നും കിട്ടാത്തതാണോ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ബിൽഡിങ്ങിലൊക്കെ പോയിട്ട് കിട്ടണത്. അച്ഛൻ വെറുതെ എന്ത് ചെയ്യണ്ട, എന്നെ കൺവിൻസ് ചെയ്യാനൊന്നും ട്രൈ ചെയ്യണ്ട എന്ന് പറയാണ്. മനസ്സിലായോ? ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വേൾഡ് ഫോർട്രസ് ആൻഡ് സ്റ്റേൺ ആൻഡ് ഗ്രിം. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ആ കുട്ടിക്ക് സ്കൂൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്. ഒരു വലിയ മതിൽ, ഒരു ഹ്യൂജ് ആയിട്ടുള്ള മതിൽ, എന്താണ് ഇവിടുന്ന് അപ്പുറത്തേക്കും കൂടി നോക്കിയാൽ കാണാൻ പറ്റാത്ത അത്രയും വലിയ മതിലിൻ്റെ ഉള്ളിൽ ഒരു സ്കൂള്. ആ സ്കൂളിൽ പോയാലാണോ ഈ അച്ഛൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുക, അറിവും കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കുട്ടി. When we arrived at the gate, we could see the courtyard was crammed full boys and girls. അപ്പോൾ എന്താണ് പറയണത്, അങ്ങനെ നമ്മുടെ കുട്ടി എവിടെ എത്തി, അച്ഛനും കുട്ടിയും കൂടിയിട്ട് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ആ കുട്ടിക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൻ്റെ ഫ്രണ്ട് വശം കാണാനുണ്ട്. എന്താണ്, കുറേ ബോയ്സും ഗേൾസും. ക്രാംഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്റ്റ് ആൻഡ് ക്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞിരിക്കുന്നു. അത്രയും തിക്കി തിരക്കി അവിടെ ഇവിടെയൊക്കെ ആരാണ്, കുറേ കുട്ടികളുണ്ട്, കുറേ ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറയാണ് ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് ബൈ ഫാദർ. അപ്പം എന്താ നീ ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യേ, ഉള്ളിലേക്ക് പോ എന്ന് പറയുകയാണ് നമ്മുടെ കുട്ടിയുടെ അച്ഛൻ. ആൻഡ് ജോയിൻ ദം, അവരുടെയൊക്കെ കൂടെ നീ ഒറ്റയ്ക്ക് പോയി നിൽക്കുക, നീ അവരുടെയൊക്കെ കൂടെ പോയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുകയാണ് ആര്, നമ്മുടെ കുട്ടിയുടെ അച്ഛൻ. പിന്നെ എന്താ പറയുന്നത്, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. നീ എന്തിനാണ് ഈ മുഖം ഇങ്ങനെ വിഷമിച്ച് മുഖമൊക്കെ വീർപ്പിച്ചിരിക്കണത്, വല്ല കടന്നാൽ കുത്തിയ പോലെ. നീ മുഖത്ത് കുറച്ച് ചിരിയൊക്കെ വരുത്തുക. അവിടെയുള്ള എല്ലാ കുട്ടികളും നിന്നെപ്പോലെ കുറേ പേര് ചിലപ്പോൾ കരയുണ്ടാവും, കുറേ പേര് ആരോടും മിണ്ടാണ്ടൊക്കെ ഇരിക്കാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു എക്സാമ്പിൾ ആവുക. നീ നിൻ്റെ ഫേസിൽ എന്ത് ചെയ്യട്ടെ, ഒരു ചിരിയൊക്കെ ഉണ്ടാവട്ടെ, നീ ഇങ്ങനെ കുറച്ച് സന്തോഷത്തിലൊക്കെ എന്ത് ചെയ്യൂ, സ്കൂളിലേക്ക് പോവൂ എന്ന് പറയാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, I hesitated and clung to his hand, but he gently pushed me from him. അപ്പോൾ നമ്മുടെ കുട്ടി അച്ഛൻ്റെ കൈ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുകയാണ്. അച്ഛൻ പോവരുത്, അച്ഛനെ വിടരുത് എന്ന് പറഞ്ഞിട്ട് മുറുകി പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, മെല്ലെ കുട്ടീനെ ഉന്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് പറയണം ബി ബോൾഡ്, നീ ഇങ്ങനെ പേടിച്ച് നിൽക്കല്ലേ, ബി ബോൾഡ്, നീ പേടിക്കൊന്നും വേണ്ട, ഇന്ന് നിൻ്റെ ദിവസം. നമ്മളോട് എപ്പോഴും പറയൂലേ, ഇതാണ് നിൻ്റെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മുടെ കുട്ടിയുടെ അച്ഛൻ പറയാണ് ഇവിടുന്നാണ് നീ ശരിക്കും എന്ത് ചെയ്യുന്നത്, നിൻ്റെ ലൈഫ് അല്ലെങ്കിൽ നിൻ്റെ ജീവിതം തുടങ്ങാൻ പോണത്. ഓക്കെ, നീ പേടിക്കൊന്നും വേണ്ട, നീ കരയും വിഷമിക്കൊന്നും വേണ്ട. നിൻ്റെ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, പുറത്ത് നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ LKG UKG ഒക്കെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ അച്ഛനും അമ്മയും എപ്പോഴും പറയുന്നതല്ലേ, നീ ഉള്ളിൽ പോയിട്ട് വരണ വരെ ഞാൻ അവിടെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചു പോവില്ല. അതേപോലെ നമ്മുടെ കുട്ടിയോട് എന്ത് പറയേണ്ട അച്ഛൻ, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്ത് ചെയ്യണ്ട, നീ പോയി നിൻ്റെ ക്ലാസ് കഴിയുന്നത് വരെ എവിടെ നിൽക്കുന്നുണ്ട്, ഞാനിവിടെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയാണ്. I took a few steps, then stopped and looked but saw nothing. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കുട്ടി ഒരു 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ആരും കാണാനില്ല, കുട്ടിയുടെ അച്ഛനൊന്നും അവിടെ നിൽക്കുന്നത് കാണാനില്ല എന്ന് പറയാണ്. Then the faces of boys and girls came into view. അപ്പോഴാണ് നമ്മുടെ ബബ്ലു ഈ അവിടെയുള്ള കുട്ടികളെയൊക്കെ ഒന്ന് എന്ത് ചെയ്യുന്നത്, ഒന്ന് നേരെ ശ്രദ്ധിക്കുന്നത്, അവരുടെ ഫേസൊക്കെ എന്താണ് ഒന്ന് കാണുന്നത്. I did not know a single one of them and none of them knew me. അപ്പോൾ എന്താ പറയണത്, ഈശ്വര എനിക്ക് അതിലുള്ള ഒരാളെ പോലും അറിയില്ല, അതേപോലെ എന്താണ് അവർക്ക് എന്നെ അറിയില്ല, എല്ലാ ഫേസും എന്താണ് പുതിയതാണ്, ഞാൻ ഇതുവരെയായിട്ട് കാണാത്ത മുഖങ്ങളാണ് പറയാണ്. I felt I was a stranger who had lost his way. എനിക്ക് എന്താണ് സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിതൻ എന്നൊക്കെ പറയില്ലേ, എനിക്കൊരു അപരിചിതനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് വഴിയൊക്കെ തെറ്റി നിൽക്കുന്ന ഒരാളെ പോലെയാണ് ആർക്ക് തോന്നുന്നത്, നമ്മുടെ കുട്ടിക്ക് തോന്നുന്നത്. ആരെയും അവിടെ അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ബട്ട് ഗ്ലെൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വർ ഡിറക്റ്റഡ് ടുവേർഡ് മീ. അപ്പം ഗ്ലെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടം അല്ലെങ്കിൽ നോട്ടങ്ങളിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആരൊക്കെയോ എന്നെ ഇങ്ങനെ നോക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആരാന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പറഞ്ഞാൽ ജിജ്ഞാസ എന്നൊക്കെ പറയില്ലേ, ആരാന്നറിയാനുള്ള ആ ഒരു ഇതിൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാണ്. ഓക്കെ, മീ ആൻഡ് എ ബോയ് അപ്രോച്ച് ആൻഡ് ആസ്ക്ഡ് ഹൂ ബ്രോട്ട് യു. അപ്പോൾ പറയുകയാണ്, അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു ആൺകുട്ടി എന്ത് ചെയ്യാണ്, ഈ നമ്മുടെ കുട്ടിയുടെ അടുത്ത് എത്തിയിട്ട് ചോദിക്കുകയാണ് ആരാണ് നിന്നവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബബിലൊക്കെ ഇപ്പം കരയുന്നുള്ള അവസ്ഥയായിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ബബിൽ മെല്ലെ പറയാണ്, എന്താ പറയുന്നത്, മൈ ഫാദർ ഐ വിസ്പേർഡ്. മെല്ലെ പറയാണ് എൻ്റെ അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയാണ്. അപ്പം നമ്മുടെ ആ ബോയ് വന്ന് ചോദിച്ച ബോയ് എന്ത് പറയാണ്, മൈ ഫാദേഴ്സ് ഡെഡ് ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി. ആ കുട്ടി സിമ്പിളായിട്ട് എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അത്രയും സിമ്പിളായിട്ട് പറയാണ്. ഓക്കെ, ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അപ്പോഴേക്കും നമ്മുടെ ബബ്ലുവിന് എന്താ ഇപ്പം പറയുക, അയ്യോ ആകെ എന്താ പറയേണ്ടത് എന്നറിയാത്തൊരു സിറ്റുവേഷനായി. ദ ഗേറ്റ് വാസ് ക്ലോസ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. പിറ്റിയബിൾ സ്ക്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളി എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മുടെ ഗേറ്റ് അടയ്ക്കുമ്പോൾ കരച്ചിലൊക്കെ ഉണ്ടായി എന്നല്ല. ഗേറ്റ് അടയ്ക്കുമ്പോൾ ഒരു കീ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവില്ല, അങ്ങനെ ഒരു സൗണ്ടിൽ എന്ത് ചെയ്തു, ഗേറ്റ് വന്ന് അടച്ചു, ഗേറ്റൊക്കെ അടച്ചു പറയാണ്.
സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യാണ്, കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങി. ഗേറ്റൊക്കെ അടച്ച് അപ്പുറത്തുള്ള ആൾക്കാരെയൊന്നും കാണാനില്ല. അപ്പോൾ എന്താണ്, കുറച്ച് കുട്ടികളൊക്കെ എന്ത് ചെയ്യണം തുടങ്ങി, കരയാൻ തുടങ്ങി. The bell rang, a lady came along followed by a group of men. അങ്ങനെ ബെല്ലൊക്കെ അടിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലേഡി നടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ അവിടുത്തെ വലിയ ടീച്ചറൊക്കെ ആവാം. ടീച്ചറുടെ പിന്നിൽ എന്തുണ്ട്, കുറേ ആൾക്കാരും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ദ മെൻ ബിഗാൻ സോർട്ടിങ് us into ranks. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ തരംതിരിക്കുകയാണ്. സോർട്ടിങ് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇങ്ങനെ ഡിവിഷൻ, അല്ലെങ്കിൽ LKG UKG ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ ഡിവിഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, നമ്മുടെ ലേഡിയുടെ കൂടെ ഉണ്ടായിരുന്ന മെൻസൊക്കെ. എന്നിട്ട് നമ്മുടെ ലേഡി സംസാരിക്കുകയാണ്. നമ്മുടെ ടീച്ചർ പറയാണ്, ദിസ് ഈസ് യുവർ ന്യൂ ഹോം. ആര് പറയാണ്, നമ്മുടെ ആ വുമൻ പറയാണ്, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്, ഇന്ന് മുതൽ ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. അപ്പം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ഇവിടെയുള്ള ടീച്ചർമാരെ അല്ലെങ്കിൽ സാറുമാരൊക്കെ എന്ത് ചെയ്യുക, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കാണാം. ഇവരൊക്കെ നിങ്ങളുടെ പുതിയ അച്ഛനും അമ്മയൊക്കെ ആണ് എന്ന് പറയുകയാണ് നമ്മുടെ വുമൻ. Here there is everything that is enjoyable and beneficial to knowledge and life. അപ്പം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഒരുപാട് കളിച്ച് ചിരിച്ച് സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ നോളജ്, ബുദ്ധി വർദ്ധിക്കാൻ അല്ലെങ്കിൽ വിവരം, നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാൻ അത്രയും അറിവുണ്ടാവും എന്ന് പറയുകയാണ് ആര്, നമ്മുടെ ആ ലേഡി ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വോണ്ട് യു. എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിക്കുന്നത്, കണ്ണുനീരൊക്കെ തുടയ്ക്കൂ. ഈ ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ എന്താണ്, നല്ല ഒരുപാട് ഹാപ്പി ആയിട്ട് എടുക്കൂ, അല്ലെങ്കിൽ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് എടുക്കൂ. നിങ്ങൾ ഈ കരയാണ്ടിരിക്കൂ എന്നൊക്കെ പറയുകയാണ് ആര്, നമ്മുടെ ആ ടീച്ചർ പറയുകയാണ്, അല്ലെങ്കിൽ ആ വുമൻ പറയുകയാണ് ആരോട്, നമ്മുടെ എല്ലാ കുട്ടികളോടും പറയുകയാണ്. ഇത്രയും പോർഷൻസ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് പറയുന്നത്, we submitted to the facts and the submission brought a sort of contentment. അപ്പം എന്താണ് പറയുന്നത്, അവസാനം അവർ റിയലൈസ് ചെയ്യാണ്, ഇനി വേറെ വഴിയൊന്നുമില്ല. അവരെ എന്ത് ചെയ്തു, ക്ലാസ്സുകൾക്ക് അവരുടേതായിട്ടുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ കൊണ്ടുവരുത്തി. അപ്പോൾ അവർ റിയലൈസ് ചെയ്യാണ്, ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരൊന്നും എന്താവുകയാണ്, സംതൃപ്തി എന്നാണ് കേട്ടോ കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതേഴ്സ് ലിവിങ് ബീയിങ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്, ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ്സ് ബീയിങ്സ്. ജീവനുള്ളവരെല്ലാം എന്താണ്, കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യും, ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം നമ്മൾ ഒരു പുതിയ സ്ഥലത്തും കാര്യങ്ങൾക്കൊക്കെ പോയില്ലേ, അപ്പം നമുക്ക് എത്ര നേരം ഇങ്ങനെ ആരോടും മിണ്ടാണ്ട് ഇരിക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് പറ്റുക ചെയ്യില്ല അല്ലേ. നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ് എവിടേക്കാണ് പോകണേ, അല്ലെങ്കിൽ എന്താ പേര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കില്ലേ. അതേപോലെ എന്ത് ചെയ്യാണ്, നമ്മുടെ ബബ്ലു പറയാണ്, എന്താണ്, ജീവനുള്ളവർ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൂമെൻറ്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ്. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം എന്ത് ചെയ്തു, പുതിയ ഫ്രണ്ട്സ്, പുതിയ സൗഹൃദങ്ങളെ ഉണ്ടാക്കി എന്ന് പറയാണ്. വിത്ത് സച്ച് ബോയ്സ് ആസ് വേർ ടു ബി മൈ ഫ്രണ്ട്സ്. അങ്ങനെ കുറേ ബോയ്സിനെ എനിക്ക് എന്ത് കിട്ടി, കുറേ ആൺകുട്ടികളെ എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ട് കിട്ടി. നമ്മുടെ കുഞ്ഞ് ബബ്ലു ആണ് അല്ലേ. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. അപ്പോൾ എന്താണ് നമ്മുടെ ബബ്ലു ഇവിടെ പറയുന്നത്, കുറേ പെൺകുട്ടികളെ നമ്മുടെ ബബ്ലുവിന് ഇഷ്ടമാവും ചെയ്തു എന്ന് പറയാണ്. Then it seemed to be my misgivings had no basis. നമ്മുടെ ബബ്ബുൽ എന്താ വിചാരിച്ചിട്ടുണ്ടാകുന്നത്, സ്കൂളിൽ എന്ന് പറഞ്ഞാൽ വലിയ കോട്ടയാണ്, വലിയ മതിലുകളൊക്കെ ഉണ്ട്, പണിഷ്മെൻ്റാണ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വികൃതിയൊക്കെ കാണിക്കുന്ന കുട്ടികളെ കൊണ്ട് ഇടുന്ന സ്ഥലമാണ് സ്കൂള്. അങ്ങനെ കുറേ നെഗറ്റീവ്സ് ആയിരുന്നു അല്ലേ നമ്മുടെ കുട്ടിക്ക്. പക്ഷേ ബബ്ലു പറയാണ്, ഞാൻ വിചാരിച്ച പോലെ വലിയ അങ്ങനത്തെ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ വിചാരിച്ചതൊക്കെ എന്തായാലും തെറ്റിദ്ധാരണയായിരുന്നു, അങ്ങനെയൊന്നുമല്ല സ്കൂള് എന്ന് പറയാണ് ആര്, നമ്മുടെ കുട്ടി. ഓക്കെ, I had never imagined school would have this rich variety. ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വിചാരിച്ച ഒരു ജയിൽ പോലെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത്, സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ എവിടെ ഉണ്ട്, സ്കൂളിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വി പ്ലേഡ് ഓൾ സോർട്ട് ഓഫ് ഗെയിംസ്. ഒരുപാട് ഗെയിംസ് കളിച്ചു. സ്വിങ്സ്, ഊഞ്ഞാലാടി, വോൾട്ടിങ് ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ LKG അല്ലെങ്കിൽ അംഗനവാടിയിലൊക്കെ പോയ കാണാല്ലേ, ഒരു കുഞ്ഞ് കുതിര, അതിൻ്റെ മുകളിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ സീസോ പോലെ കളിക്കില്ലേ, അതുപോലത്തെ ഹോഴ്സ്. അതുപോലെ ബോൾ കൊണ്ട് ഒരുപാട് ഗെയിംസ് കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻഡഡ് അവർ ഫസ്റ്റ് സോങ്. അവരെന്തിനാ പോയി, മ്യൂസിക് ക്ലാസ്സിനൊക്കെ പോയി. അവരുടെ ആദ്യത്തെ പാട്ട് പാടി പറയാണ്. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ആദ്യമായിട്ട് ഞങ്ങൾ ഭാഷയെക്കുറിച്ച് പഠിച്ചു, ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ചു. വി സോ എ ഗ്ലോബ് ഓഫ് ദി എർത്ത്. അപ്പോൾ എന്താണ്, അവർക്കൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്, ഇതൊക്കെ അവർ ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലേ. ഒരു വലിയ ഗ്ലോബിനെ കണ്ടു, എർത്ത് മുഴുവൻ അതിലുണ്ട് അല്ലേ, അത് കണ്ടു. which revolved and showed the various
കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. അതിൽ എന്തുണ്ട്? ഒരുപാട് കൺട്രീസ്, ഒരുപാട് രാജ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 4 5 എത്തുമ്പോഴല്ലേ, നമുക്കിപ്പോൾ സോഷ്യലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലാണ് അല്ലേ ആദ്യമായിട്ട് ഗ്ലോബൊക്കെ കാണുക. അപ്പോൾ നമ്മൾ നല്ല അയ്യോ സോഷ്യൽ ടീച്ചർ ഒന്ന് വന്നു വെച്ചാൽ, സോഷ്യൽ ടീച്ചർ വരുമ്പോൾ ഗ്ലോബ് കൊണ്ടാണ് വരിക, നമുക്കിങ്ങനെ റൗണ്ട് ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അതുപോലത്തെ എക്സൈറ്റ്മെൻ്റ് ആണ് ആർക്ക്? നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്കും. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. ആദ്യമായിട്ട് നമ്പേഴ്സൊക്കെ പഠിക്കാൻ തുടങ്ങി. വി ഏറ്റ് ഡെലീഷ്യസ് ഫുഡ്. നല്ല സ്വാദുള്ള ഭക്ഷണം കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. നമുക്കറിയാമല്ലേ, ഇപ്പം നമ്മളൊരു 5 6 എത്തിയാൽ LKG കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ത് സുഖം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെയായിരുന്നു. അപ്പം എന്താണ് പറയുന്നത് നമ്മുടെ ബബ്ലു? അങ്ങനെ നല്ല സ്വാദുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്തു? ഉച്ചയ്ക്ക് കുറച്ച് നേരം എന്ത് ചെയ്തു? കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞ് നീച്ചിട്ട് എന്ത് ചെയ്തു? wake up to go on with friendship and love, play and learning. പിന്നെ എന്ത് ചെയ്തു? ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു, കുറേ നേരം സംസാരിച്ചിരുന്നു, പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബബ്ലുവിന് തന്നെ തോന്നുന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണോ സ്കൂള്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ഇത്രയും ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമെന്ന് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ബബ്ലു വിചാരിച്ചിട്ടേ ഇല്ല അല്ലേ. അത്രയും മനോഹരമാണ് സ്കൂള്. നമ്മുടെ ബബ്ലു കുറച്ച് കഴിയുമ്പോൾ റിയലൈസ് ചെയ്യാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? As our path revealed itself to us, however, we did not find it as totally sweet and unclouded. നമ്മൾ എന്തായാലും ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം അവിടെ എന്തൊരു രസമാണ്, എന്തൊരു ഫ്രണ്ട്സാണ്, അങ്ങനെയല്ലേ പറയുക. കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണല്ലേ അവിടുത്തെ ശരിക്കുള്ള രൂപം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മുടെ കുട്ടി പറയുകയാണ്, നിങ്ങളിവിടെ വിചാരിച്ച പോലെ ഫുള്ള് സന്തോഷവും അല്ലെങ്കിൽ ഫുള്ള് അൺക്ലൗഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചിങ്ങനെ തിക്കി തിരക്കിയിട്ടുള്ള മേഘങ്ങൾ. അൺക്ലൗഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള സ്കൈനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടി പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫുള്ള് സന്തോഷം, ഫുള്ള് സ്വീറ്റും അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസോ മാത്രമല്ല എവിടെ ഉള്ളത്, നമ്മുടെ സ്കൂളിലുള്ളത് എന്ന് പറയുകയാണ് ആര്? നമ്മുടെ കുട്ടി. ഡസ്റ്റ് ലാൻഡ് ആൻഡ് വിൻഡ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ സഡൻലി. ഇതൊരു കാവ്യാത്മകമായിട്ടൊക്കെ പറയുകയാണ് കേട്ടോ. ഡസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിക്കാറ്റ്, അവിടെ പൊടിക്കാറ്റ് ഉണ്ടായി എന്നൊന്നുമല്ല പറയുന്നത്. എന്താണ് സിറ്റുവേഷൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടാവുന്നത് എപ്പോൾ? ചില സമയങ്ങൾ നമ്മൾ വിചാരിക്കും കൂടി ചെയ്യാത്ത ഇരിക്കുമ്പോഴാണ് എന്തുണ്ടാവുക, ചില കാര്യങ്ങൾ ഉണ്ടാവുക. സോ വി ഹാവ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ ഇതന്നെ നോക്കി എന്തപ്പം ഉണ്ടാവുന്നത് എന്ന് അത്രയും ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാവുമെന്ന് പറയാണ്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. ഇതെന്താണ് എപ്പോഴും എല്ലാവരും ഇങ്ങനെ കളിയാക്കും ചിരിച്ചും കളിച്ചുള്ള സിറ്റുവേഷൻസ് മാത്രമല്ല എപ്പോഴും ഉണ്ടാവുന്നത്. റിവാലറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. റിവാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരങ്ങൾ, ഒരു മത്സര ബുദ്ധിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചില സമയത്ത് എന്തുണ്ടാവും, അത് വിഷമമുണ്ടാക്കും. ചില സമയത്ത് നമുക്കൊരു വെറുപ്പ് തോന്നും. ചില സമയത്ത് അത് എന്താവും, അടിപിടി വരെ ഉണ്ടാവും എന്ന് പറയാണ്. അത്രയും സിറ്റുവേഷൻസ് ശരിയല്ലേ. നമ്മളൊരു സ്കൂളിൽ ഇപ്പോൾ ബോയ്സോ ഗേൾസൊക്കെ ഇങ്ങനെ അടി കൂടുന്നതൊക്കെ കാണാം അല്ലേ. ചില കുഞ്ഞു കാര്യങ്ങളൊക്കെ ആവും. അതുപോലത്തെ സിറ്റുവേഷൻസൊക്കെ എവിടെ ഉണ്ട്? നമ്മുടെ ബബ്ലുവിൻ്റെ സ്കൂളിലുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ആദ്യം ഉണ്ടായിരുന്ന കളിച്ചിരികൾ മാത്രമല്ല ഉണ്ടായിരുന്നത് എന്ന് പറയാണ്. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ. നമ്മൾ ആദ്യം ഒരു വുമണിനെ കണ്ടുപോലെ, ആദ്യം ഒരു വലിയ ടീച്ചറെ കണ്ടുപോലെ, അവർ നമ്മളുടെ അന്യന് അമ്പിയെ പോലെയാണ്. എന്താണ്, ചില സമയത്ത് എന്ത് ചെയ്യും, നല്ല ചിരിച്ച് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ചില സമയത്തോ ഷി വുഡ് ഓഫൻ സ്കോൾ ആൻഡ് സ്കോൾഡ് എന്ന് പറയാം, പുച്ഛിക്കും. ചില സമയത്ത് ചീത്ത പറയും. ഈവൻ മോർ ഫ്രീക്വൻലി ഷി വുഡ് റിസോർട്ട് അ ഫിസിക്കൽ പണിഷ്മെൻറ്റ്. ചില സമയത്ത് ഇവർ അടിക്കുക കൂടി ചെയ്യും, ഉപദ്രവിക്കുക, അടിക്കൂലേ. അങ്ങനെ നമ്മൾ ചോദ്യം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അടിക്കും. അപ്പോൾ നമ്മൾ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, നമുക്ക് അങ്ങനെ ഒരു ടീച്ചറൊക്കെ ഓർമ്മ വരുമല്ലേ. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് പണിഷ്മെൻറ്റ്, ഫിസിക്കൽ പണിഷ്മെൻറ്റും തരും. ആര്? നമ്മുടെ ആ വലിയ ടീച്ചർ, നമ്മൾ ആദ്യം കണ്ട ടീച്ചർ എന്ന് പറയാണ്. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിങ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. അങ്ങനെ എന്ത് ചെയ്യാണ്, ബെല്ലടിക്കുകയാണ്. എന്ത് ചെയ്യാണ്, അന്നത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബെല്ലടിക്കില്ലേ. നമ്മൾ സ്കൂൾ കഴിയുമ്പോൾ അങ്ങനെ ലാസ്റ്റ് ഒരു ബെല്ലടിക്കും, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊരു ബെല്ലടിക്കില്ലേ. അതുപോലെ സ്കൂളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ബെല്ലടിക്കുകയാണ്. The row of children rushed towards the gate which was opened again. കുട്ടികളൊക്കെ എന്താണ്, ബെല്ലടിച്ചത് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴേക്കും ഗേറ്റൊക്കെ തുറന്നു അല്ലേ. ഗേറ്റ് അടച്ചിറക്കുകയായിരുന്നു. എപ്പോൾ എന്ത് ചെയ്തു, ഗേറ്റൊക്കെ തുറന്നു. കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. I bade farewell to friends and sweethearts and passed through the gate. Peered around but found no trace of my father who had promised to be there. അപ്പോൾ എന്താണ് ഇവിടെ പറയണത്, അങ്ങനെ സ്കൂളൊക്കെ വിട്ടു, ഗേറ്റിൻ്റെ അടുത്ത് പുറത്തൊക്കെ വന്ന് അവൻ എന്ത് ചെയ്തു, അവൻ്റെ ഫ്രണ്ട്സിനോടും സ്വീറ്റ് ഹാർട്ട്സ് എന്ന് പറഞ്ഞവന് കുറച്ച് ഗേൾസിനൊക്കെ ഇഷ്ടമായി എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആ കുട്ടികളോടൊക്കെ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് കാണാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ പുറത്ത് വന്നിട്ട് ചുറ്റും നോക്കുകയാണ്.
പക്ഷെ ആരെ കാണാനില്ല. നീ വരുന്നത് വരെ ഞാനിവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനെ മാത്രം കാണാനില്ല. അച്ഛൻ പ്രോമിസ് ചെയ്തിട്ട് പോയതാണ് അല്ലേ, നീ വരുമ്പോൾ എന്ത് ചെയ്യാം, ഞാനിവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കാം കേട്ടോ, നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, പോയതാണ്. അപ്പോൾ ആരെ അവിടെ കാണാനില്ല, നമ്മുടെ ബബ്ലുവിൻ്റെ അച്ഛനെ അവിടെ കാണാനില്ല. പിന്നെന്താണ് പറയുന്നത്, I stepped aside to wait. When I had waited for a long time without a word, I decided to return home on my own. പിന്നെ നമ്മുടെ കുട്ടിക്ക് മനസ്സിലാവുകയാണ്, ഞാനിവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അച്ഛനും വരാൻ പോണില്ല, ആരും വരാൻ പോണില്ല, വെറുതെ എൻ്റെ സമയം കളയാന്നല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ ആരും കാത്തു നിന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടി എന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് പോവുകയാണ് അല്ലേ, നമ്മുടെ കുഞ്ഞു കുട്ടി. After I had taken a few steps, a middle-aged man passed by and I realized at once that I knew him. അങ്ങനെ 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ ഒരാൾ നമ്മളെ കുട്ടിയെ വേഗം പാസ് ചെയ്ത് പോയി. അപ്പോൾ നോക്കിയപ്പോൾ അയ്യോ, ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ളൊരു മാനാണ് കേട്ടോ, കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അയ്യോ, എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ, എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. He came towards me, smiling and shook me by the hand, saying, "It's a long time since we last met. How are you?" അപ്പോൾ നമ്മുടെ ഈ ഓൾഡ് മാൻ എന്ത് ചെയ്യാണ്, അടുത്ത് വന്നിട്ട് അയ്യോ നീയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട് നമ്മൾ കുറേ കാലമായില്ലേ കണ്ടിട്ട്, കുറേ കാലങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ചോദിക്കുകയാണ്, ഹൗ ആർ യു, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്, ആൻഡ് യു, ഹൗ ആർ യു. അപ്പോൾ നമ്മുടെ കുട്ടീനെ ആകെ ഞെട്ടിയിരിക്കുകയാണ് അല്ലേ, ഒരു കുഞ്ഞു കുട്ടി, അവനാകെ 5 വയസ്സൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ, UKG അല്ലേ പഠിക്കുന്നത്. അപ്പോൾ അവനോട് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്നെ കണ്ടിട്ട് കുറേ കാലമായാലോ, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണം. ഇനിയിപ്പോൾ അവർക്കൊന്നും തോന്നണ്ട വെച്ചിട്ട് നമ്മുടെ കുട്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തലാട്ടിയിട്ട് പറയുകയാണ്, എന്താ സുഖമാണ്, നിനക്ക് സുഖമാണോ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താണ് അവർ പറയുന്നത്, ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. അപ്പം എന്താ പറയുക, നിനക്ക് കാണാമല്ലോ അപ്പം എൻ്റെ അവസ്ഥ അത്ര നല്ലതൊന്നും അല്ല, എനിക്ക് തീരെ വയ്യ, പ്രായമായില്ലേ, തീരെ വയ്യ, ദൈവം അനുഗ്രഹിക്കണോണ്ട് എന്താണ് ജീവിച്ചു പോകണു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കില്ല, ഒരു കുഞ്ഞു കുട്ടിയോട് ഇപ്പോൾ വന്നിട്ട് നിനക്ക് എന്നെ ഓർമ്മ ഉണ്ടോ, കുറേ കാലങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ കണ്ടതെന്നൊക്കെ, എന്താ ചിലപ്പോൾ ആൾക്ക് വല്ല പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വെച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്, അങ്ങനെ എടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് പറയണത് നമുക്ക് നോക്കി നോക്കാം. Again he shook me by the hand and went off. എന്നിട്ട് എന്ത് ചെയ്തു, ആൾ കയ്യൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ആൾ പോയി. I proceeded a few steps, then came to a startled halt. എന്ത് ചെയ്തു, നമ്മളുടെ കുട്ടി 2 സ്റ്റെപ്പാണ് സ്റ്റാർട്ടൽഡ് ഹാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം, ആ ഒരു മീനിങ് ആണ് വരിക കേട്ടോ. അപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, ഈ കുട്ടി ഒരു വല്ലാണ്ടൊന്ന് പരിഭ്രമിച്ച് നിൽക്കാൻ തുടങ്ങി, ഞെട്ടിയിട്ട് ഒരു എന്താണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഗുഡ് ലോഡ്, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, ഞാൻ രാവിലെ വരുമ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഫുള്ള് ഗാർഡനാണ്, അത്രയും മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമാണ്, അതൊക്കെ ഇപ്പോൾ എവിടെ പോയി, അതൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ. വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു, എങ്ങോട്ടാണ് അതിപ്പോൾ കാണാതെ പോയത് എന്ന് ചോദിക്കുകയാണ്. വെൻ ഡിഡ് ഓൾ ദോസ് വെഹിക്കിൾസ് ഇൻവേഡഡ് ഇറ്റ്, എവിടുന്നാണോ ഇപ്പോൾ ഇത്രയും തോന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നത്. ആൻഡ് വെൻ ഡിഡ് ഓൾ ദിസ് ഹോർഡസ് ഓഫ് ഹ്യൂമാനിറ്റി കെയിം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫേസ്, ഹൗ ഡിഡ് ദിസ് ഹിൽസ് ഓഫ് റിഫ്യൂസ് came to cover its sides and where were the fields that bordered it. അപ്പോൾ അവിടെ എന്താണ്, ഒരു വലിയ കൂന എന്ന് പറഞ്ഞാൽ ഹിൽസ് എന്ന് പറയുന്നത് വലിയ കൂനയ്ക്ക് പറയണം, അത്രയും വലിയ എന്താണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ അരികിൽ. ആരൊക്കെയോ കൊടുന്ന കുറേ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് ഉണ്ടായത്, ഇതൊക്കെ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ വീടിന് ചുറ്റും എന്താണ് വയലുകളാണ്, നല്ല മനോഹരമായിട്ടുള്ള പൂന്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. പക്ഷെ ഇപ്പം എന്താണ്, അതൊന്നും കാണാനില്ല, അതിന് പകരം ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്, കുറേ ഒരു സൈഡിൽ എന്താണ് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറയാണ്. High buildings had taken over the street, surged with children and disturbing noises shook the air. അപ്പോൾ എന്താണ്, ആ കാമൻ അത്രയും മനോഹരമായിട്ടുള്ള പ്ലേസ് ഒന്നും ഇപ്പം ഇല്ല, അതിനൊക്കെ പകരം എന്താണ് വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ നല്ല ഡിസ്റ്റർബ്ഡ് ആണ്, വണ്ടിയുടെ സൗണ്ട്, കുറേ കുട്ടികളുടെ സൗണ്ട്, അങ്ങനെ എന്താണ് എയർ ഫുള്ളി ഡിസ്റ്റർബ്ഡ് ആണ്, ആകെ അസ്വസ്ഥനാണ്. Then there was a ban announced. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത്, എ ബാൻ അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് സർക്കസ് വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. അപ്പോൾ എന്താണ്, അവിടെ ഒരു വണ്ടി, നമ്മളുടെ കുട്ടി നിൽക്കുന്നതിന് തൊട്ട് ഫ്രണ്ട് കൂടെ ഒരു വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടി എന്താണ്, എന്തോ ഒരു അനൗൺസ്മെൻ്റ് ആണ്, സർക്കസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ എന്താണ് വെയ്റ്റ് ലിഫ്റ്റേഴ്സും കാര്യങ്ങളും, ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. A line of trucks carrying central security troops crawled majestically by.
ഈ കെരീൻ സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർഫോഴ്സിനൊക്കെ പറയുന്നതാണ്. അപ്പോൾ എന്താണ്, എവിടെയോ ആ സ്ട്രീറ്റിൽ തന്നെ എവിടെ എന്തുണ്ട്, തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തീ കെടുത്താൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ അത്രയും ബ്ലോക്കും കാര്യങ്ങളും ആയതുകൊണ്ട് എന്താ ഈ കുട്ടി വിചാരിക്കുന്നത്, എപ്പോഴാണെങ്കിൽ ഇപ്പോൾ അവിടെ എത്തുക, ഇത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടി അവിടെ എത്താമെന്ന് ആലോചിക്കുകയാണ്. The siren of fire engine shrieked and it was not clear how the vehicles would cleave. It was to reach the blazing fire. അപ്പോൾ എന്താണ്, നമ്മുടെ ഫയർ എഞ്ചിൻ അത്രയും ഒച്ച ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം മാറ്റി തരാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്രയും വെഹിക്കിൾസിൻ്റെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാരണം എന്താണ്, നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ആൾ സ്റ്റക്കായിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. A battle raged between a taxi driver and his passenger. പിന്നെ എന്താണ്, ടാക്സി ഡ്രൈവറും അതുപോലെ അതിലുണ്ടായിരുന്ന പാസഞ്ചറും കൂടി അടി കൂടുകയാണ്. എന്തൊക്കെയോ പൈസയുടെ കാര്യമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടി കൂടിയോണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ the passenger's wife called out for help and no one answered. അപ്പോൾ ഈ പാസഞ്ചർ അല്ലെങ്കിൽ ഈ വണ്ടിയിലുണ്ടായിരുന്ന പാസഞ്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് വരും അല്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും അവർക്ക് മറുപടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനൊന്നും എത്തുന്നില്ല. I was in a daze, my head spun. I almost went crazy. അപ്പോൾ എന്താണ്, ഈ കുട്ടിക്ക് ആകെ തല ചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിന്, ആ കുട്ടി വരുന്ന സമയത്ത് ഇവിടെ ചുറ്റും എന്തായിരുന്നു, ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പകരം വലിയ വലിയ ബിൽഡിങ്ങുകളും അതുപോലെ വെഹിക്കിളും അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്ക് തല ചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കൺട്രോളൊക്കെ പോയി എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ആവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, how could all this have happened in a half day between early morning and a sunset? എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഒരു ഉച്ചനേരം, ഇപ്പം നമ്മളുടെ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയി ഉച്ച വരെയുള്ളൊരു സ്റ്റോറിയാണല്ലേ, ഒരു ഹാഫ് ഡേ എന്നുള്ള സ്റ്റോറിയാണ്. രാവിലെ വരുമ്പോൾ എന്തായിരുന്നു, അവിടെ ഫുള്ള് ഗാർഡനും കാര്യങ്ങളും അതുപോലെ വയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഒരു ഉച്ചയാകുമ്പോഴേക്കും എന്തായി, വലിയ വലിയ സ്ട്രീറ്റായി, വലിയ വലിയ ബിൽഡിങ്സായി. എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഇത്രയും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമോ, ശരിക്കും എന്താണ് ഇവിടെ ഉണ്ടായത് ചോദിക്കുകയാണ്. I would find the answer at home with my father. ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ ഉണ്ടായി, എന്താണ് ഇത്ര പെട്ടെന്ന് ഇത്ര മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്നൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. ബട്ട് where was my home? പക്ഷേ എൻ്റെ വീട് എവിടെ, ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊന്നും അറിയില്ല. ബട്ട് where was my home എന്ന് ചോദിക്കുകയാണ്. I could see only a tall buildings and hordes of people. എനിക്ക് ആകെ ഒരുപാട് ആൾക്കാരെയും വലിയ വലിയ ബിൽഡിങ്സ് മാത്രമാണ് കാണാനുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. I hastened on the crossroads between the gardens and Abu Ghoda. ആകെ എനിക്കറിയാം ഒരു ഗാർഡൻ്റെ ഇടയിൽ അബു ഗോദ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ വീടെന്ന് മാത്രമേ അറിയൂ. I had to cross Abu Ghoda to reach my house. ആ ഒരു സ്ട്രീറ്റ് കടക്കണം എന്തിന്, എനിക്ക് എൻ്റെ വീടെത്താൻ വേണ്ടിയിട്ട്. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ കാറുകളും വണ്ടികളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യാൻ കൂടി പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യുക എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. The fire engine siren was striking at full pitch as it moved at a small snail pace, and I said to myself, let the fire take its pleasure in what it consumed. Extremely irritated. പിന്നെന്താ അവിടെ പറയണത്, അപ്പോൾ ഈ കുട്ടി ആകെ കൺഫ്യൂഷനിലായി നിൽക്കുകയാണ്. ഫയർ എഞ്ചിനൊക്കെ ഇങ്ങനെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുക, അത്രയും വണ്ടികൾ അവിടെ ലൈനായിട്ട് നിൽക്കുകയാണ്. എനിക്ക് എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ആകെ എനിക്ക് ഇറിറ്റേറ്റ് ആവുകയാണ്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. I wondered when I would be able to cross. എനിക്കറിയില്ല ഇത് ക്രോസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും. I stood there a long time until the young lad employed at the ironing shop on the corner came up to me. അപ്പോൾ ഞാൻ ഈ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു കുട്ടി അയൺ ചെയ്തുകൊണ്ട്, ഡ്രസ്സൊക്കെ ഇങ്ങനെ അയൺ ചെയ്യുന്ന ഒരാളെ കണ്ട്. അയാൾ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. He stretched out his arm and said gladly, Grandpa, let me take you across. കുട്ടി വേഗം കൈ പിടിച്ചിട്ട് പറയാണ്, മുത്തച്ഛ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും അല്ലേ, ഒരു ഉച്ചയ്ക്ക് ആ കുട്ടി രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വെറും 5 വയസ്സൊക്കെ ഉള്ള ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു. ആ കുട്ടി സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്തായി, പ്രായമായിട്ടുള്ളൊരു മുത്തശ്ശനായി. അപ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ ഇപ്പോൾ എന്താണ് ഇവിടെ സ്റ്റോറിയിൽ ഉണ്ടായത് നമ്മൾ വിചാരിക്കും. നമ്മളുടെ ടൈം ട്രാവലിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്താ ഒരു ഇത്രയും സമയം കടന്നു പോകാൻ വേണ്ടിയിട്ട് എന്താണ് അത്രയും അധികം സമയമൊന്നും വേണ്ട, ഒരു കുറച്ച് സമയത്ത് ഒരു ഹാഫ് ഡേയിൽ എന്തൊക്കെ ചേഞ്ചസ് ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായി. ആളുടെ ചെറുപ്പം തൊട്ട് ബാല്യം അല്ലെങ്കിൽ യൗവനം, കൗമാരം, അങ്ങനെയുള്ള പല പല സ്റ്റേജസും കടന്നുപോയി എന്ന് പറയുകയാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. ആ കുട്ടിക്ക് ഇപ്പോഴും റിയലൈസ് ചെയ്യാൻ പറ്റണില്ല ആ കുട്ടി ഒരു ഗ്രാൻഡ് പേ ആയി അല്ലെങ്കിൽ അത്രയും മേജർ ആയിട്ടുള്ളൊരു മാനായി എന്നുള്ളത് ആൾക്ക് റിലേറ്റ് ചെയ്യാനായി പറ്റണില്ല. ആ കുട്ടി അയൺ ചെയ്യുന്ന കുട്ടി വന്നിട്ട് കൈ പിടിച്ചിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം, റോഡ് ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
പറയുമ്പോഴാണ് എനിക്ക് പ്രായമായി, ഈ സമയം കടന്നു പോയിരിക്കണമെന്ന് റിയലൈസ് ചെയ്യുന്നത്. അതുപോലൊരു സ്റ്റോറിയാണ് എ ഹാഫ് ഡേ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. മെയിൻലി ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതേപോലെ നമ്മുടെ റൈറ്റർ നഗീബ് മെഹഫൂസ് എന്താണതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടി, ആ കുട്ടിയുടെ ഒരു കുഞ്ഞ് ആ കുട്ടിയുടെ ലൈഫ് ലോങ് സ്റ്റോറി ഒരു ഹാഫ് ഡേ, അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടായിട്ടുള്ള ചേഞ്ചസും അല്ലെങ്കിൽ ആൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ആലോചിക്കുകയാണ് ആളുടെ ചൈൽഡ്ഹുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവൂലേ ആ കുട്ടിയോട് സ്റ്റാർട്ടിങ് ആ സ്കൂളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഒരാൾ വന്നിട്ട് ഹലോ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചത് ചിലപ്പോൾ ഒപ്പം പഠിച്ചിട്ടുള്ള ആളാവാം, അത്രയും പ്രായമുള്ള ആളാവാം. പക്ഷേ നമ്മുടെ ബബ്ലുവിന് എന്താണ്, ബബ്ലു സ്റ്റിൽ ഒരു കുഞ്ഞു കുട്ടിയായിട്ടാണ് ബബ്ലുവിന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓദറിനെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതിലിപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ലെസണിൻ്റെ സമ്മറി കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഓദറിനെ പറ്റി എഴുതിയിട്ട് വേണം നമ്മൾ ബാലൻസ് സമ്മറിയും കാര്യങ്ങളും പ്രോപ്പറായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. സോ നോട്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.